വചനിപ്പ് കാലത്തിലെ 4-ാം ഞായറാഴ്ച വിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ആഗോള സഭ ഇന്ന് സാമൂഹിക സമ്പർക്ക മാധ്യമ ദിനമായി കൂടി കൊണ്ടാടുന്ന ദിനമാണ്. തിരുസഭ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറേത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവന് എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബേത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ. മംഗളവാർത്ത അഥവാ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് എന്ന പേരിൽ പ്രസിദ്ധമാണ് ഈ സുവിശേഷ ഭാഗം. ബാല്യകാല സുവിശേഷ ഭാഗത്തോട് ചേർന്ന് പോകുന്ന സുവിശേഷ ഭാഗമാണിത്. വടക്കൻ പലസ്തീനയിലെ അപ്രസക്തമായ ഒരു ചെറിയ ഗ്രാമമായിരുന്നു നസറേത്ത്. യേശുവിൻ്റെ ആഗമനം അറിയിക്കുന്ന ഗബ്രിയേൽ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന 7 മാലാഖമാരിൽ ഒരു മുഖ്യദൂതനാണ്. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ബലവാനാണ് എന്നാണ്. ജോസഫ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്. ആയതിനാൽ മറിയത്തിൻ്റെ മകൻ നിയമപരമായി മാനുഷികമായി ദാവീദിൻ്റെ പുത്രനാണ്. ജോസഫ് എന്ന പുരുഷനുമായി എന്ന വർണ്ണന യേശുവിൻ്റെ മാനുഷിക ജനനത്തെ വരച്ചു കാട്ടുന്നു. ദാവീദിൻ്റെ ഗോത്രത്തിൽ ജനിക്കുന്ന യേശു ദൈവമായിരുന്നിട്ടും മനുഷ്യകുലത്തിൽ ഒരംഗമായി. വിവാഹ നിശ്ചയം കഴിഞ്ഞവർ നിയമപ്രകാരം ഭാര്യാഭർത്താക്കന്മാരാണ്. എന്നാൽ വിവാഹത്തിനു മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം തുണയാകട്ടെ, ദൈവം നൽകട്ടെ എന്നാണ്. മറിയം എന്ന പേരിന് ശ്രേഷ്ഠത എന്നൊരർത്ഥം കൂടിയുണ്ട്. വിവാഹ നിശ്ചയം വഴി മറിയം നിയമപരമായി ജോസഫിൻ്റെ ഭാര്യ ആയതിനാൽ മറിയത്തിൻ്റെ മകൻ നിയമപരമായി ജോസഫിൻ്റെയും മകനാണ്. ഗബ്രിയേൽ ദൂതൻ കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടത് എലിസബേത്തിൻ്റെ ഗർഭധാരണത്തിൻ്റെ 6-ാം മാസമാണ്. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം അഥവാ സ്വസ്തി എന്ന മാലാഖയുടെ അഭിവാദനം
വിശുദ്ധ ബൈബിളിൽ മറിയത്തോട് മാത്രമേ നാം കാണുന്നുള്ളൂ. നന്മ നിറഞ്ഞവളെ എന്ന അഭിവാദനം വിശുദ്ധ ജെറോമിൻ്റെ ലത്തീൻ വുൾഗാത്ത പരിഭാഷയാണ്. സ്വസ്തി എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് കൈറെ എന്ന ഗ്രീക്ക് പദമാണ്. ഇത് ഒരു സാധാരണ അഭിവാദന പദമാണ്. സുറിയാനിയിൽ സ്ലോമോ, സ്ലാമ, ഈസ്റ്റ് സിറിയക്കിൽ സമാധാനം എന്നാണ് അഭിവാദനം ചെയ്യുന്നത്. കൈറെ എന്ന വാക്കിന് സന്തോഷിക്കൂ, ആനന്ദിച്ചാലും എന്നും അർത്ഥമുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന രക്ഷ സമീപത്തായിരിക്കുന്നു, സന്തോഷിക്കൂ സിയോൻ പുത്രി അഥവാ ഇസ്രായേലേ സന്തോഷിക്കൂ എന്നും ഇതിനർത്ഥം കൽപ്പിക്കാം. ദൈവിക ജീവനിൽ പൂരിതയായ മറിയം ദൈവമാതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവൾ, ക്രൈസ്തവ വിശുദ്ധിയുടെ ഉത്തമ മാതൃക, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവൾ, കൃപാസമൃദ്ധിയാൽ വിളിക്കപ്പെട്ടു, കൃപ നിറഞ്ഞവളെ, കൃപ ലഭിച്ചവളെ എന്ന. കെക്കറിറ്റേമേനെ എന്ന ഗ്രീക്ക് ക്രിയാരൂപം പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫെമിനിൻ സിംഗുലർ. ഇതിൻ്റെ മൂലം കാറീസ് എന്നതിൻ്റെ അർത്ഥം കൃപ എന്നാണ്. ദൈവം മറിയത്തെ കൃപയാൽ രൂപാന്തരപ്പെടുത്തി പാപരഹിതയാക്കി. ആയതിനാൽ കൃപയാൽ രൂപാന്തരീകൃതമായിട്ടുള്ളവൾ കൃപ നിറഞ്ഞവളാണ്, അമലോത്ഭവയാണ്. പിശീത്ത, വുൾഗാത്ത ബൈബിൾ പരിഭാഷകൾ കൃപ നിറഞ്ഞവളെ എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. കർത്താവ് നിന്നോടുകൂടെ രക്ഷാകര ചരിത്രത്തിലേക്ക് വിളിക്കപ്പെടുന്നവരോട് കൂടെ നടക്കുന്ന കർത്താവ് തൻ്റെ സാന്നിധ്യം വാഗ്ദാനം ചെയ്ത് വിളിക്ക് പ്രത്യുത്തരമേകാൻ പ്രതിസന്ധികളിൽ ധൈര്യം പകരുന്ന കർത്താവ്. വിളിച്ചവൻ്റെ സാന്നിധ്യമാണ് വിളി കേട്ടവരുടെ ശക്തിയും യോഗ്യതയും. കർത്താവ് കൂടെയുള്ള അവസ്ഥ ദൗത്യത്തെ വ്യത്യസ്തമാക്കുന്നു. ദൈവം കൂടെയുള്ളത് കർത്തൃദാസരുടെ സവിശേഷതയാണ്. വിളിക്കപ്പെട്ടവർ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൂതൻ്റെ പ്രത്യക്ഷപ്പെടലിലും വിളിയിലും അഭിവന്ദനത്തിലും അസ്വസ്ഥയാകുന്ന മറിയം അതീവം അസ്വസ്ഥയായി. ഡിയറ്റാറാസോ എന്ന ഗ്രീക്ക് പദം ഈ അസ്വസ്ഥതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ദൈവിക ദർശനത്തിനും ദൗത്യത്തിനും മുൻപിലുള്ള മാനുഷിക പ്രതികരണം, ഈ മാനുഷികമായൊരു പ്രതികരണമാണ് ഇത്. ദൈവവചനം ചിന്തിക്കുന്ന മറിയം ദൈവവചനോപാസകയാണ്. വചനം മനനം ചെയ്യുന്ന മുനിശ്രേഷ്ഠ പുണ്യവതിയാണ് മറിയം. മറിയമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന ആഹ്വാനം സ്വർഗീയ ദർശനത്തിലുള്ള ധൈര്യപ്പെടുത്തലാണ്. ദൈവിക ദൗത്യം ഏറ്റെടുക്കുന്നതിന് സജ്ജമാക്കുകയാണ്. ദൈവവചനത്തിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കാനുള്ള ആഹ്വാനമാണ്. മറിയം കെക്കറിറ്റോമേനെ ദൈവകൃപയാൽ പൂരിതയാണെന്ന് ആവർത്തിക്കുന്നു. ഇവിടെ അനുവാചകരിൽ ദൈവകൃപ ദൈവസന്നിധിയിൽ കണ്ടെത്തണമെന്ന ആഹ്വാനം ഇത് നൽകുന്നുണ്ട്. നീ ഗർഭം ധരിക്കും എന്നതിൻ്റെ ഗ്രീക്ക് പദാനുപദ വിവർത്തനം നിനക്ക് വയറ്റിലുണ്ടാകും എന്നാണ്. പ്രസവിക്കാൻ പോകുന്നത് പുത്രനെ ആണെന്നുള്ള വെളിപ്പെടുത്തൽ ഇവിടെ കാണാൻ കഴിയും. പ്രസവിക്കുന്ന പുത്രന് ദൂതൻ പറഞ്ഞുകൊടുത്ത പേരിടാൻ മറിയത്തോട് നിർദ്ദേശിക്കുന്നു. പിതാവ് പേരിടേണ്ടുന്ന പുത്രന്, മറിയത്തിൻ്റെ മകന് മറിയം പേരിടുക വഴി മാനുഷിക പിതൃത്വമില്ലാത്ത ദൈവപുത്രനെയും കന്യകയെയും ചിത്രീകരിക്കുന്നു. യേശു എന്നതിൻ്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു എന്നാണ്. യേശു കർത്താവ് രക്ഷിക്കുന്നു എന്ന പേര് ലൂക്കായുടെ വിവരണത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്.
യേശു ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന രക്ഷകനാണ്. യേശു എന്ന ഹെബ്രായ നാമത്തിനർത്ഥം യാവേ രക്ഷിക്കുന്നു എന്നാണ്. വലിയവൻ എന്ന അഭിധാനം പഴയ നിയമത്തിൽ യാവേയുടെ അഥവാ ഇസ്രായേലിൻ്റെ കർത്താവിൻ്റെ മാത്രം അഭിധാനവും ഗുണവിശേഷവുമാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 9-ാം തിരുവചനത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങളും ഇത് വ്യക്തമാക്കുന്നുണ്ട്. അത്യുന്നതൻ്റെ പുത്രൻ, അത്യുന്നതൻ എന്നത് ദൈവത്തിന് ലൂക്ക സാധാരണയായി നൽകുന്ന ഒരു വിശേഷണമാണ്. അത്യുന്നതൻ എന്നത് ദൈവത്തിന് മാത്രമുള്ളതാണ്. യേശുവിൻ്റെ സ്ഥാനം വലിയവൻ, അത്യുന്നതൻ്റെ പുത്രൻ എന്നാണ്. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, അതിന് അവസാനമുണ്ടാകുകയില്ല എന്ന തിരുവചനം യേശുവിൻ്റെ അധികാരം വർണ്ണിക്കുന്ന നാഥാൻ പ്രവാചകൻ്റെ പ്രവചനമാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം നിത്യമായി ഭരിക്കുകയും ദൈവത്തിന് ആലയം പണിയുകയും ചെയ്യുന്ന ദാവീദ് പുത്രനാണ് യേശു. യാക്കോബിൻ്റെ കുടുംബത്തിന്മേൽ എന്ന പ്രയോഗം ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനതയുടെ കൂടിവരവിനെ സൂചിപ്പിക്കുന്നു. BC 8-ാം നൂറ്റാണ്ട് മുതൽ ഇസ്രായേലിലെ വടക്കൻ ഗോത്രങ്ങൾ വിജാതിയരുടെ ഇടയിൽ ചിതറിക്കപ്പെട്ടിരുന്നു. BC 6-ാം നൂറ്റാണ്ട് മുതൽ യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രങ്ങൾ ബാബിലോണിൽ പ്രവാസികളാക്കപ്പെട്ടിരുന്നു. അന്നേരം ഇവിടെയെല്ലാം ഉള്ള കൂടിവരവിനെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ഇസ്രായേൽ ഗോത്രങ്ങളെ സകല ജനതകളോടുമൊപ്പം മെസ്സിയാനിക രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന മഹത്വത്തിൻ്റെ രാജാവും മഹാപുരോഹിതനുമാണ് ഇസ്രായേലിൻ്റെ പ്രതീക്ഷയായ യേശു. യേശുവിൽ സാക്ഷാത്കൃതമായ മെസ്സിയാനിക രാജ്യത്തിന് അവസാനമില്ല, നിത്യഭരണമാണ്. മറിയത്തിൻ്റെ പ്രതികരണവും ദൂതൻ്റെ മറുപടിയും. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന മറിയത്തിൻ്റെ വാക്കുകൾ അവളുടെ നിത്യകന്യകാത്വ അഭിവാഞ്ചയെ സൂചിപ്പിക്കുന്നു. സുറിയാനി സഭാപാരമ്പര്യത്തിൽ സെറൂഗിലെ യാക്കോബ് പറയുന്നത്, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുക വഴി മറിയം പറയുന്നത് ഞാൻ വൈവാഹിക വാഞ്ചയില്ലാത്തവളാണ് എന്നാണ്. സഭാമൽപ്പാന്മാരും വിശുദ്ധ തോമസ് അക്വീനാസും മറിയത്തിൻ്റെ ഈ വാക്കുകളിൽ അവളുടെ നിത്യകന്യകാത്വ അഭിവാഞ്ചയെ കാണുന്നു. ദൂതൻ്റെ മറുപടി 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 1, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. 2, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. 3, ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും, അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും എന്നത് മറിയത്തിൽ യേശു ഗർഭസ്ഥനാകുന്നത് അതിസ്വാഭാവിക പ്രക്രിയയാണ്. ദൈവം ചെയ്യുന്ന സൃഷ്ടികർമ്മമാണ്. സമാഗമ കൂടാരം വാസസ്ഥലമാക്കിയ യാവേ അതിനെ ആവരണം ചെയ്തതിനെ ഇത് സൂചിപ്പിക്കുന്നു. വിശുദ്ധ അപ്രേമിൻ്റെയും ജെറുസലേമിലെ വിശുദ്ധ സിറിലിൻ്റെയും അഭിപ്രായത്തിൽ, ആകയാൽ നിന്നിൽ നിന്ന് പരിശുദ്ധമായ വിധം പിറക്കാനിരിക്കുന്നത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് വിവർത്തനം ചെയ്യുന്നുണ്ട്. യഹൂദ നിയമപ്രകാരമുള്ള അശുദ്ധി മറിയത്തിനുണ്ടാകുന്നില്ല, കന്യകാത്വ ഭംഗം ഉണ്ടാകുന്നില്ല. യേശുവിൻ്റെ ജനനത്തിൻ്റെ അസാധാരണതയിലേക്കും അനന്യതയിലേക്കും ദൈവിക രഹസ്യത്തിൻ്റെ ചുരുളുകളിലേക്കുമുള്ള ചൂണ്ടുപലകയാണ് ഈ വാക്കുകൾ. അത്യുന്നതൻ, ദൈവപുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ പദപ്രയോഗങ്ങൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. മറിയത്തിൻ്റെ മകൻ
ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, ദൈവപുത്രനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധൻ മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ടവനെങ്കിലും ശരീരം ജീർണിക്കാൻ ദൈവം അനുവദിക്കാത്തവനെന്ന് ദാവീദ് മുമ്പേ പ്രവചിച്ചിട്ടുണ്ട്. 16-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. ദൈവവചനം സംഭവിക്കും എന്നതിൻ്റെ അടയാളമാണ് ദൂതൻ വിവരിക്കുന്ന വന്ധ്യത്വത്തിലും വാർദ്ധക്യത്തിലുമായിരുന്ന എലിസബത്തിൻ്റെ ഗർഭധാരണം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. വന്ധ്യയായിരുന്ന എലിസബത്തിന് വാർദ്ധക്യത്തിൽ പുത്രനെ നൽകിയതും പുരുഷനെ അറിയാത്ത മറിയത്തിന് കന്യകാത്വ ഭംഗം കൂടാതെ ദൈവപുത്രനെ നൽകുന്നതും ദൈവത്തിന് സുസാധ്യമാണ്. മാതൃത്വത്തിൻ്റെ തടസ്സങ്ങളെ മറികടക്കാനും മാനുഷികമായി അസാധ്യമായതിനെ സാധ്യമാക്കാനും ദൈവത്തിന് കഴിയും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. മറിയത്തിൻ്റെ സമ്മതവും ദൂതൻ്റെ വിടവാങ്ങലും ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കർത്താവിൻ്റെ ദാസി ദൈവഹിതം നിറവേറ്റുന്നതിൽ സന്തോഷിക്കുന്നവളാണ്. ദൗത്യ നിർവഹണത്തിലെ സഹനം ഏറ്റെടുത്ത് മൗക്തീകരിക്കപ്പെടുന്നവളുമാണ്. സമ്മതവും സമർപ്പണവും നടത്തുന്ന മറിയം പരിശുദ്ധാത്മാവ് തന്നിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണത്തിൽ ദൈവഹിതത്തിൻ്റെ സ്വാതന്ത്ര്യവും സജീവവുമായ ആശ്ലേഷണം, സ്വതന്ത്രവും സജീവവുമായ ആശ്ലേഷണം നമുക്ക് കാണാൻ കഴിയും. മറിയത്തിൻ്റെ സമ്മതത്തിനായി കാത്തുനിന്ന ദൂതൻ്റെ ദൗത്യം വിജയിച്ചു. മംഗളവാർത്താ വിവരണത്തിൽ മറിയത്തിൻ്റെ കന്യാത്വത്തിനും പരിശുദ്ധാത്മ പ്രവർത്തനത്തിനും നൽകുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ്. യേശു മറിയത്തിൻ്റെ മകനും ദാവീദ് പുത്രനുമെങ്കിലും ദൈവപുത്രനായ മെശിഹായാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.